ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വെറും ഒരു പുസ്തകമല്ല, മറിച്ച് എൻ്റെ കൗമാരകാലത്തെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ ഒരു നിധിയാണ്. കെ ശക്തിധരൻ സാർ രചിച്ച തൃശൂർ എച്ച്&സി പബ്ലിക്കേഷൻ പുറത്തിറങ്ങിയ ഇലക്ട്രോണിക്സ് രണ്ടാം ഭാഗം. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ആദ്യ ഭാഗം എൻ്റെ ഇന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയേ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായി ഇതിൻ്റെ രണ്ടാം ലക്കം എൻ്റെ കയ്യിൽ വന്നെത്തുന്നത്. 2009 ജൂണിൽ പ്രിന്റ് ചെയ്ത ഈ പുസ്തകത്തിന് അന്ന് വെറും 10 രൂപ മാത്രമേ വിലയുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടും. ഇലക്ട്രോണിക്സിൻ്റെ ആഴക്കടലിലേക്ക് ചവിട്ടുപടികളാണ് ഇതിലെ ഓരോ അധ്യായവും. നിയന്ത്രിത പവർ സപ്ലൈ, ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജ് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിൽ തുടങ്ങിയതാണ് ട്രാൻസിസ്റ്റർ തത്വങ്ങൾ. നമ്മൾ ഇന്ന് കാണുന്ന വലിയ സർക്യൂട്ടുകളുടെയൊക്കെ അടിസ്ഥാനമായ ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ ലളിതമായി ഇതിൽ വിവരിക്കുന്നുണ്ട് കേട്ടോ. ആംപ്ലിഫയറുകൾ, ചെറിയ ശബ്ദങ്ങൾ സിഗ്നലുകളെ എങ്ങനെ വലുതാക്കാം എന്ന വിദ്യ ഇതിലൂടെയാണ് ഞാൻ പഠിച്ചത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളുടെയും ഫോണുകളുടെയും അടിസ്ഥാന ഡിജിറ്റൽ സർക്യൂട്ടുകളെ കുറിച്ച് പ്രാഥമിക അറിവുകൾ ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഹോബി സർക്യൂട്ടുകളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഹോബി സർക്യൂട്ടുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പവർ കുറഞ്ഞ ചെറിയ ആംപ്ലിഫയർ നിർമ്മിക്കുന്നതും മൈക്ക് പ്രീ ആംപ്ലിഫയർ നിർമ്മിക്കുന്നതും സിമ്പിൾ റേഡിയോ FM AM കൂടെ ഉൾപ്പെടുന്നതുമായ റേഡിയോയുടെ സർക്യൂട്ടുകളും ഇതിൽ നൽകുന്നുണ്ട്. ഇതിലെ ഒട്ടുമിക്ക സർക്യൂട്ടുകളും ഞാൻ ചെയ്തു നോക്കി വിജയിച്ചതാണ്. LED റണ്ണിംഗ് ചേസർ ഉൾപ്പെടെ ഒരുപാട് ഹോബി സർക്യൂട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. TDA 2002 ഒരു ചെറിയ ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഇപ്പോൾ കാണുന്നത്. തുടക്കകാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും ഒരു അനുഭൂതിയുമാണ് തോന്നിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഈ 17 വർഷത്തിനിടയിൽ സാങ്കേതികവിദ്യ ഒരുപാട് മാറിയെങ്കിലും ഈ പുസ്തകം പഠിപ്പിച്ച ആ ബേസിക് കാര്യങ്ങളാണ് ഇന്നും എനിക്ക് കരുത്ത്. ഇതിന് കവറിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കണ്ടോ? അന്നത്തെ ആവേശമാണ് ഇന്നും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിഭാഗം നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും ഈ രണ്ടാമത്തെ പുസ്തകം ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു. ഇതുപോലെ പഴയ പുസ്തകങ്ങൾ കൊണ്ട് അറിവ് നേടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓർമ്മകളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്കെല്ലാം എല്ലാ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാകുന്ന കാലമാണല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ഈ അറിവുകൾ തന്ന ഈ പുസ്തകം നമ്മൾ സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്യണ്ടേ. ഇന്നിപ്പോൾ എല്ലാവർക്കും ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. എല്ലാ രീതിയിലും നമുക്ക് അറിവുകൾ നേടുവാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതുതരം സർക്യൂട്ട് ആണെങ്കിലും യഥേഷ്ടം അതിവേഗം നമുക്ക് ലഭ്യമാകുന്ന കാലഘട്ടം. ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിലൊന്ന് പങ്കുവയ്ക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.